കോഴിക്കോട് നിന്ന് 2019 കാണാതായ യുവാവ് മരിച്ചെന്ന് സുഹൃത്തുക്കളുടെ മൊഴി. ശരീരത്തിൽ അമിത അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ചതാണ് മരണകാരണമെന്ന് പ്രാഥമിക നിഗമനം. 2019 മാർച്ച് മാസത്തിൽ കാണാതായ വെസ്റ്റ് ഹിൽ സ്വദേശിയാണ് മരിച്ചതെന്ന് യുവാക്കൾ പോലീസിന് മൊഴി നൽകി. ശിവദാസ് കന്മനം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2019 മാർച്ച് 24 വിജിൽ എന്ന വെസ്റ്റ് ഹില്ലിൽ താമസിക്കുന്ന യുവാവിനെ കാണാതായത്. അന്ന് 35 വയസ്സായിരുന്നു ഈ യുവാവിന് ഉണ്ടായത്. അതിനുശേഷം വിജിലിൻ്റെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകിയിരുന്നു. വിജിലിനെ കാണാനില്ല എന്ന പരാതിയാണ് പോലീസിൽ നൽകിയിരുന്നത്. അതിനുശേഷം എലത്തൂർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി. ഏകദേശം 1.5 വർഷത്തോളം അന്വേഷണം നടത്തിയെങ്കിലും വിജിലിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ പോലീസിന് ലഭിച്ചിരുന്നില്ല. അതിനുശേഷം ഈ അന്വേഷണം പിന്നീട് നീണ്ടുപോയി. പിന്നീട് അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം മാറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം കോഴിക്കോട് ജില്ലയിലെ കാണാതായ, അതായത് മിസ്സിംഗ് കേസുകളെല്ലാം തന്നെ അന്വേഷിക്കണം എന്നൊരു തീരുമാനത്തിൽ അന്വേഷണ സംഘം എത്തി, പോലീസ് ഉദ്യോഗസ്ഥർ എത്തി. അങ്ങനെയാണ് ഈ കേസ് വീണ്ടും അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അതിനുശേഷം അന്വേഷിച്ചപ്പോഴാണ് ഈ കൃത്യമായ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത്. അതായത് വിജിൽ എരഞ്ഞിപ്പാലം ഭാഗത്തേക്ക് പോയിട്ടുണ്ട്, പതിവായി ഈ ഭാഗത്തേക്ക് പോകാറുണ്ട്, ഇവിടെ വിജിലിന് സുഹൃത്തുക്കൾ ഉണ്ട്, ഈ സുഹൃത്തുക്കളുടെ വീട്ടിലേക്ക് പോകാറുണ്ട് എന്ന വിവരം പോലീസിന് ലഭിച്ചു. അങ്ങനെ ഈ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് കൂടുതൽ മൊഴികൾ പുറത്തു വന്നത്. അതായത് 2 സുഹൃത്തുക്കളെ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിഖിൽ, അതോടൊപ്പം തന്നെ ദീപേഷ് എന്നീ 2 സുഹൃത്തുക്കളെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. അതിൽ 1-ാം പ്രതിയായ നിഖിലിനെ ബാംഗ്ലൂരിൽ വെച്ചാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത്. പിന്നീട് ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിജിലിൽ ഈ സമയത്ത് ബ്രൗൺ ഷുഗർ ഉപയോഗിച്ചിരുന്നു, ലഹരി ഉപയോഗിച്ചിരുന്നു, അമിതമായ അളവിൽ ബ്രൗൺ ഷുഗർ ശരീരത്തിൽ കുത്തിവെച്ചു, പിന്നീട് അബോധാവസ്ഥയിലായി. അതിനുശേഷം വിജിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. പിന്നീട് ഈ സുഹൃത്തുക്കൾ തന്നെ വിജിലിനെ തൊട്ട് സമീപത്ത് തന്നെയുള്ള ഒരു ചതുപ്പ് നിലത്തിൽ ശരീരത്തിൽ കല്ല് കെട്ടി താഴ്ത്തി എന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും പോലീസ് ഈ FIR-ലും ഇത് തന്നെയാണ് പ്രാഥമികമായി തന്നെ ഇട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇനി വരും ദിവസങ്ങളിൽ ഇവരെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതോടൊപ്പം തന്നെ തൊട്ടടുത്ത ദിവസം, അതായത് നാളെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവെടുപ്പുകൾ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും കൊലപാതകമാണോ എന്ന കാര്യത്തിൽ അടക്കം സ്ഥിരീകരണം വരിക. എന്തായാലും വരും ദിവസം നിർണായകം തന്നെയാണ്. തെളിവെടുപ്പിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതിനുശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിലൂടെ മറ്റു കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും.